സംവിധായകൻ പ്രിയദർശന് ചതി പറ്റിയതാണോ? ദേശീയ പുരസ്കാരത്തിൽ നിന്നും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേര് വെട്ടിയ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യമാണോ? ഇതിനെതിരെ KT ജലീൽ വലിയ വിമർശനങ്ങളാണ് ഉയർത്തുന്നത്. ദേശീയ പുരസ്കാരത്തിൽ നിന്നും മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെയും നടി നർഗീസ് ദത്തിന്റെയും പേര് വെട്ടിയ സംഭവത്തിൽ സംവിധായകൻ പ്രിയദർശനെതിരെ വീണ്ടും KT ജലീൽ വിമർശനം നടത്തിയിട്ടുണ്ട്. ഫേസ്ബുക്ക് കുറിപ്പിലൂടെയായിരുന്നു ജലീലിന്റെ വിമർശനം. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചിട്ടും അതിൽ നിന്നും വിട്ടുനിന്ന മോഹൻലാലിന്റെ പാത പ്രിയദർശനും പിന്തുടരേണ്ടതായിരുന്നെന്നും ജലീൽ വ്യക്തമാക്കുന്നു. നേരത്തെ നിയമസഭയിലും പ്രിയദർശനെതിരെ ജലീൽ രംഗത്തെത്തിയിരുന്നു. ഇന്ദിരയെ ഒഴിവാക്കിയത് പ്രിയദർശന്റെ കൂടി ബുദ്ധിയാണെന്നാണ് ജലീൽ പറഞ്ഞത്. ഇക്കാര്യത്തിൽ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചോ എന്നതുമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇന്ദിരാഗാന്ധിയെയും നർഗീസ് ദത്തിനെയും വെട്ടിമാറ്റിയവരിൽ പ്രിയദർശനും എന്ന് കുറിച്ച പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ദേശീയ ഫിലിം അവാർഡുകളിൽ നിന്നും ഇന്ദിരാഗാന്ധിയുടെയും നർഗീസ് ദത്തിന്റെയും പേരുകൾ വെട്ടിമാറ്റാനുള്ള ശുപാർശ നൽകിയ കമ്മിറ്റിയിൽ മലയാളിയായ സംവിധായകൻ പ്രിയദർശൻ അംഗമായി എന്നത് ലോക മലയാളി സമൂഹത്തിന് തന്നെ വലിയ അപമാനമായി. ഫാഷിസ്റ്റ് പ്രവണതകളെ എതിർക്കുന്നതിൽ കേരള രാഷ്ട്രീയവും കലാമേഖലയും എക്കാലത്തും മുൻപന്തിയിലാണ് നിലകൊണ്ടിട്ടുള്ളത്. അത്തരമൊരു പൈതൃക ഭൂമിയിൽ നിന്നും വെട്ടിമാറ്റൽ സർജറിയിൽ ഒരാളെ പങ്കാളിയാക്കലായിരുന്നു കേന്ദ്രം ഭരിക്കുന്നവരുടെ ലക്ഷ്യം. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചിട്ടും അതിൽ നിന്നും വിട്ടുനിന്ന മോഹൻലാലിന്റെ പാത പ്രിയദർശനും പിന്തുടരേണ്ടതായിരുന്നു. ആ ചതി തിരിച്ചറിഞ്ഞ് പിന്തിരിയാൻ പ്രിയദർശൻ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. അദ്ദേഹം അത് ചെയ്യാതിരുന്നത് മലയാളികൾ ഉണ്ടാക്കിയ അമർഷം ചെറുതല്ല. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ചിട്ടും അതിൽ നിന്നും വിട്ടുനിന്ന മോഹൻലാലിന്റെ പാത പ്രിയദർശനും പിന്തുടരേണ്ടതായിരുന്നു. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല. പ്രിയദർശ നീയും എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിച്ചത്. കൂടാതെ ബുധനാഴ്ച നിയമസഭയിൽ ബജറ്റ് ചർച്ചയ്ക്കിടെ ദേശീയ ചലച്ചിത്ര അവാർഡ് വിഭാഗത്തിൽ നിന്നും ഇന്ദിരാഗാന്ധിയുടെ പേര് ഒഴിവാക്കിയ സമയവും പ്രിയദർശനെ KT ജലീൽ MLA വിമർശിച്ചിരുന്നു. മികച്ച നവാഗത സംവിധായകനുള്ള പുരസ്കാരത്തിൽ നിന്നും ഇന്ദിരാഗാന്ധിയുടെ പേരും ദേശീയോദ്ഗ്രഥനത്തെക്കുറിച്ചുള്ള മികച്ച ഫീച്ചർ ചിത്രത്തിനുള്ള പുരസ്കാരത്തിൽ നിന്നും നടി നർഗീസ് ദത്തിന്റെ പേരും ഒഴിവാക്കിയ മന്ത്രാലയം നിയോഗിച്ച സമിതിയിൽ ഒരു മലയാളിയും ഉണ്ടെന്ന് വേദനാജനകമാണ്. തുടക്കത്തിലെ തന്നെ വിമർശനമാണ് ഉയർന്നു വന്നത്. ഇതിനുള്ളിൽ രാഷ്ട്രീയ ഗൂഢാലോചനകളുടെ ഫലമായിട്ടാണ് ഇങ്ങനൊരു കാര്യം നടന്നതെന്നും വ്യക്തമാക്കുന്നുണ്ട്.